ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും സുഖാണല്ലേ? എന്താ നമ്മൾ ഒരാഴ്ചയായി ക്ലാസ് എടുത്തിട്ട്. അത് പിന്നെ ബുക്ക് തുറന്നു നോക്കിയോ നിങ്ങള്? എഴുതി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? ടീച്ചറൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് ബുക്ക് കഴിഞ്ഞ ആഴ്ച വെച്ച പിന്നെ എടുത്തില്ല അല്ലെ? കുറെ പേര് ഹോംവർക്ക് ചെയ്തിടുന്നില്ല. ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് എല്ലാവരും. എക്സാം ഇടാൻ വീട്ടിൽ വരും നമ്മള്, എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് എക്സാം ഒക്കെ എഴുതിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്, ഓപ്പൺ യുവർ ബുക്ക്. ഫസ്റ്റ് പേജ് എടുത്തേ. ഫസ്റ്റ് പേജിൽ നമ്മള് പേജ് നമ്പർ 1 അതിൽ നോക്കിക്കോ. എന്താ, കുറേ പിക്ചേഴ്സ് തന്നു. ഹിന്ദി വർണ്ണമാലക്ക പുനരഭ്യാസ്. കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെ ഒന്നുകൂടെ പഠിക്കുവാണ് അല്ലെ? പഠിച്ചു. ഫസ്റ്റ് വൺ ഞാൻ ടീച്ചർ ഇവിടുന്ന് വായിച്ചു തരുമ്പോ ശ്രദ്ധിച്ച് അവിടെ വിരല് തൊട്ട് വായിക്കണം. ആ ചേർത്തിലുള്ള വേർഡ്, ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലെ? ഫസ്റ്റ് വൺ അനാർ. അനാറിന്റെ ആ ശ്രദ്ധിച്ചിരിക്കണം. അനാർ ആ തന്നിട്ടുണ്ട് അല്ലെ? നെക്സ്റ്റ് മാംഗോ. മാംഗോയുടെ എം ആണോ വേണ്ടത്? അല്ല, മാംഗോയ്ക്ക് ഹിന്ദിയിൽ പറയുന്ന അത് ആം. ആ എന്നുള്ള അക്ഷരം എഴുതി. നെക്സ്റ്റ് ഇമലി, ഇ. നെക്സ്റ്റ് ഈക്ക്, ഈന്ന് എഴുതുക ആ ബോക്സിനകത്ത്. നെക്സ്റ്റ് ഉല്ലു അല്ലേ? ആ ഉല്ലു പറയും. അവിടെ ബോക്സിൽ ഊ എഴുതി. നിങ്ങൾ എഴുതി കറക്റ്റ് ആണ്. അവിടെ ബുക്കിൽ നോക്ക്, ബുക്കിൽ തൊട്ട് നോക്ക്. ഉല്ലു ഊ എഴുതി. നെക്സ്റ്റ് ഊൻ, ഊ എഴുതി. നെക്സ്റ്റ് ഋഷി. ഋഷിയുടെ അവിടെ എ അല്ലേ എഴുതേണ്ടത്? അല്ല, ഋഷിയുടെ അവിടെ ഇറ എഴുതണം അല്ലെ? ഇറ. നെക്സ്റ്റ് എടി, എ എഴുതി. ഐന് ഐ എഴുതി. അടുത്തത് ഓഖലി, ഓ. ഔരത്ത് ഔ. അങ്കൂർ അം. നെക്സ്റ്റ് ആ എന്നുള്ള അക്ഷരമാണ്. അത് കഴിഞ്ഞിട്ട് കമൽ. നെക്സ്റ്റ് ഖ, ഖർഗോശിന്റെ ഖ എഴുതി. ഗമല, ഗ. നെക്സ്റ്റ് ഖർ, ഖ എഴുതി. ങ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചർക്ക. സയാൻ എവിടെ? എവിടെ തൊട്ട് നോക്കുന്നില്ലല്ലോ? വിരലുകൊണ്ട് തൊട്ട് നോക്കണത് ആ അക്ഷരം കറക്റ്റ് ആണോന്ന് ബുക്കിൽ എഴുതിയത് ശ്രദ്ധിക്ക്. ചർക്ക, ചത്തരി, ജഹാജ്, ചർന. ഞാൻ തന്നിട്ടുണ്ട് അല്ലെ? നെക്സ്റ്റ് ടമാട്ടർ, ടഡേര, ഡമരു, തെക്കൻ. നാ തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ എഴുതേണ്ടത്. ഇത്ര പിക്ചറിന്റെ കണക്കായ വേർഡ് വായിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. തർബൂജ്. തർബൂജ് എന്ന് പറഞ്ഞ എന്താ? വാട്ടർമെലൺ. അതിന്റെ തെർമസ്, ദവ, ധനുഷ്, നൽ, പതങ്ക്. പിന്നെന്താ? ഫൽ, ബക്കരി, ഭാലു, മച്ചലി, ഋഷി. ഋഷി എന്നാണ് വരുന്നത് അവിടെ? അല്ല, പാഫ ബാഫമ കഴിഞ്ഞാൽ അടുത്തത് യായ വരുന്നത് അല്ലേ? ആരാ അത്? ഋഷിക്ക് എന്നാ പറയുന്നത് ഇവിടെ? യതി അല്ലെ? സന്യാസി. അവിടെ യായാണ് എഴുതുന്നത്. ഇത് നമ്മൾ ആദ്യം ഋഷി പഠിച്ചു, അത് കഴിഞ്ഞിട്ടുള്ളത്. യാ യതി. കയറിന് എന്താ പറയാ? രസി, ലട്ടു. വൃക്ഷ. വൃക്ഷ എന്നല്ല അവിടെ വരുന്ന എന്താ? വൻ അല്ലെ? പിന്നെ വന്നല്ല, എന്താ ഇതിന് പറയാ? എന്താ ജുവലെ പറയാ? ആൽമരത്തിന് മറന്നുപോയി മിസ്. ആൽമരത്തിന് എന്താ പറയാ? ആർക്ക് പറയാ? ജുവൽ പ്ലീസ് അൺമ്യൂട്ട്. ആൽമരത്തിന് എന്താ പറഞ്ഞു? ബനിയൻ ട്രീക്ക് എന്നാ പറഞ്ഞേ? ആർക്ക് പറയാം ബനിയൻ ട്രീയുടെ ഹിന്ദി വേർഡ്? ഋഷികേശ് മോനെ പറഞ്ഞേ. ഋഷികേശ്, പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 1, ഫസ്റ്റ് വൺ. അതാണ് ചോദിച്ചേ. വട്ട്. വട്. വട് എന്നാണ്, വട്ട് എന്നല്ല, വട് ട്ടാ. ജുവൽ വട്. ഓർക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ടായിരുന്നു. വട്.
ബനിയൻ ട്രീ. നെക്സ്റ്റ് എന്താ? ശൽഗം, ഷഡ്കോൺ. പിന്നെന്താ? സടക്ക്, ഹൽ. പിന്നെന്താ? ഉച്ച ചേർത്തിട്ടുള്ള വാക്കല്ലേ? ക്ഷത്രിയ, ഇവിടെ ഉച്ച വരും. ത്രികോൺ, ത്ര. ഇതെന്താ? ജ്ഞാനി, ജ്ഞ. ശ്രമിക്ക്, ശ്ര. ലാസ്റ്റ് വൺ ശ്ര. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 2. പേജ് നമ്പർ 2 പാട് ഏക്കല്ലേ? ബുക്കിൽ ശ്രദ്ധിച്ചോ? സ്വര ഔർ വ്യഞ്ജൻ. അവിടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ? സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ? ഒന്നുകൂടെ വായിച്ചു തരാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഔ, അം, ആ. നെക്സ്റ്റ് വ്യഞ്ജൻ. വ്യഞ്ജൻ ഏതൊക്കെയാ? കാക്ക, ഗാഖ, ചാച്ച, ജാച്ച, ടാഠ, ഡാഠ, താഥ, ദാഥ, പാഫ, ബാഫ, മ, യാര, ലാവ, ശ, ഷ, സ, ഹ, ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇശ്ര. വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞു, കൂട്ടക്ഷരങ്ങൾ കഴിഞ്ഞു. കൂട്ടക്ഷരങ്ങൾ ഹിന്ദിയിൽ എന്താ പറയാ? സംയുക്താക്ഷരം എന്ന് പറയും. അത് നിങ്ങൾ അങ്ങനെ കാര്യമാക്കണ്ട. ഇപ്പൊ സ്വരാക്ഷരം അതിന് വ്യഞ്ജനാക്ഷരം എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ താഴെ സ്വർന്ന് കൊടുത്തിട്ടുണ്ട്, മാത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താ മാത്ര എന്ന് പറഞ്ഞാല്? ചിഹ്നങ്ങൾ അല്ലെ? സ്വർന്ന് പറഞ്ഞാല് സ്വരാക്ഷരങ്ങൾ. കാണുന്നുണ്ടോ നിങ്ങൾ അവിടെ? സ്വരാക്ഷരങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ബുക്കിൽ എഴുതി അല്ലെ? എഴുതാത്തവരുണ്ടോ ക്ലാസ്സില്? എല്ലാവരും എഴുതി. അത് കഴിഞ്ഞ് പേജ് നമ്പർ 3 എടുത്തേ. പേജ് നമ്പർ 3 അവിടെ കൊടുത്ത അഭ്യാസ് നമ്മൾ ചെയ്തു അല്ലെ? എന്താ? സ്വരം ഔർ വ്യഞ്ജനോം കോ അലഗ് അലഗ് ലിഖോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടിക്കുഴച്ച് അവിടെ തന്നിരിക്കുന്നത് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം അല്ലേ? അവിടെ കുറെ അക്ഷരങ്ങള് സ്വർന്ന് കൊടുത്തിട്ടുണ്ട് താഴെ, അവിടെ നിങ്ങൾ എഴുതി കാണിച്ചു, മിസ് കണ്ടു. വ്യഞ്ജൻ കൊടുത്തിട്ടുണ്ട്, അവിടെ വ്യഞ്ജനാക്ഷരങ്ങളും എഴുതി. അതിന്റെ താഴെ സ്വരം കോ ഉൻകി മാത്രാവോം സെ മിലാവോ. സ്വരാക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മാത്ര ഇപ്പുറത്തെ സൈഡ് കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് അല്ലെ? ക്രമം തെറ്റിയിട്ടാണ് കൊടുത്തത്, നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് മാച്ച് ചെയ്തു. ഗുഡ്. അതിന്റെ താഴെ ബിന്ദുവോം പർ ലിഖോ. എന്താ? ആ ബിന്ദു മീൻസ് ആ ഡോട്ട് ഇട്ട് അല്ലെ? ആ ഡോട്ട് ഇട്ടതിന് മുകളിലൂടെ എഴുതാനാ പറഞ്ഞത്. എല്ലാവരും എഴുതിയില്ലേ? ഒന്ന് കാണട്ടെ. ഷോ മീ യുവർ ബുക്ക്. Okay, good. And Teresa, where is your book? Hanna, please on your video. Aniha. Next. Okay, good. Very good. Next. പാടുതോ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ലിസൺ. ശ്രദ്ധിക്കുക. അവിടെ നമ്മള് അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ വരുമ്പോ എങ്ങനെ വായിക്കാം പഠിക്കാം. പിന്നെ അതല്ല, രണ്ട് അക്ഷരങ്ങൾ ചേരുമ്പോ എങ്ങനെ വായിക്കാം പഠിക്കാന്നുള്ള ഒരു വാക്കാവും അല്ലെ? ശബ്ദം എന്ന് പറയും. ദോ അക്ഷരവും വാലേ ബിന മാത്രാക്കെ ശബ്ദം. രണ്ട് അക്ഷരങ്ങൾ കൂടുമ്പോ എങ്ങനെയാ വാക്ക് വായിക്കുന്നേന്നൊക്കെയാ ഇവിടെ പരിചയപ്പെടുന്നത് നമ്മുടെ രണ്ടാം പാഠത്തില്. അനഘ, സുരേഷ് നേരെ ഇരുന്ന മോളെ. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വേർ ഈസ് അനിഹ? അമ്മേനല്ലേ കാണുന്നുള്ളൂ. ഓക്കെ. പാടുതോ അല്ലെ? എന്താ അവിടെ കുറേ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ വാക്കുകളൊക്കെ നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാനുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഒന്നുകൂടെ വായിച്ചു തരാം. നിങ്ങൾ കൂടെ വായിക്കണം കേട്ടോ, തൊട്ട് വായിക്കണം, കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. ഫസ്റ്റ് വൺ ബസ്, രസ്, നസ്, ദസ്. 4 വേർഡ്സ് അല്ലേ? അത് കഴിഞ്ഞിട്ട് കണ്ടോ ആ ബോക്സിനകത്ത് വേർഡ്സ് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതിയില്ലേ? സയാൻ. ഓക്കെ, കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കുക. ഗുഡ്, മിടുക്കൻ. എങ്ങനെയാ ബോക്സിലത്തെ വായിക്കുക? രണ്ട് അക്ഷരങ്ങൾ കൂടി വായിക്കാം. വായിച്ചോ അവിടുന്ന്? ബസ്, രസ്, നസ്, ദസ്, തൻ, മൻ, വൻ, തൻ, ചട്, പട്, ഛട്,
നട്, ഖർ, സർ, കർ, പർ, യഹ്, വഹ്, കഹ്, രഹ്. അല്ലേ? ആ, ഇത്രയും വേർഡ്സ് പഠിച്ചു നമ്മള്. ഹിന്ദിയിൽ വേർഡ്സിന് എന്താ പറയാ? വേർഡിന് പറയാ ശബ്ദം എന്ന് പറയും. ശബ്ദ്. ദിയേ ഗയേ ശബ്ദം കോ പഠോന്ന്. അവിടെ കൊടുത്തിരിക്കുന്ന കുറെ ശബ്ദങ്ങൾ വായിക്കാം. ശബ്ദങ്ങൾ മീൻസ് ആ വേർഡ്സ്, വാക്കുകൾ വായിക്കാനാ പറഞ്ഞത്. നെക്സ്റ്റ് നോക്കിയേ, പഠോ, റീഡ്. എന്താ പഠോ എന്ന് പറഞ്ഞാൽ പഠിക്കുവിൻ. നമ്മൾ ഒന്നുകൂടെ വായിക്കുവിൻ എന്നാ പറയുന്നത്. ഒന്നുകൂടെ നോക്കിയോ, ബസ് പർ ചട്. എന്താ പറഞ്ഞാല്? ബസ് എന്ന് പറഞ്ഞ എന്താ? ബസ് അല്ലേ? ബസ് പർ ചട് പറഞ്ഞ എല്ലാവരും. ആ, എന്താ പറയുന്നേ? ബസ്സിൽ കയറാനാ പറയുന്നേ. ബസ്സിലേക്ക് കയറൂ. ചട് എന്ന് പറഞ്ഞ എന്താ? നടക്കുക, കയറുക, നടത്തുക. ബസ്സിൽ കയറൂ. നെക്സ്റ്റ് എന്താ? ചൽ ഘർ ചൽ. ആ, വീട്ടിലേക്ക് നടക്കുന്നു. വീട്ടിൽ നടക്ക്. നെക്സ്റ്റ് എന്താ? ഘർ പർ നൽ. എന്താ? വീടിന്റെ മുകളിൽ വെള്ളം. പിന്നെന്താ? വീട്ടിൽ വെള്ളം. പിന്നെന്താ? നൽ പർ ഡബ്. ടബ് പർ. എന്താ ടബ് പറഞ്ഞാല്? പാത്രം അല്ലേ? ബാത്ത് ടബ് കണ്ടിട്ടില്ലേ? എന്താ? ടബില് ഭർ എന്ന് പറഞ്ഞാല് നിറയെ. ടബില് വെള്ളം നിറയ്ക്കൂ. അത് കഴിഞ്ഞിട്ട് ആ ബോക്സിലൊക്കെ നമ്മൾ ബുക്കിൽ എഴുതിയില്ലേ? നിങ്ങൾ ജസ്റ്റ് വായിക്കാൻ പഠിച്ചാൽ മതി കേട്ടോ. ബോക്സിലൊക്കെ നോക്കിയോ, ആ റോസ് കളർ ബോക്സ്. നൽ പർ ചൽ. എല്ലാവരും വായിച്ചേ. നൽ പർ ചൽ. സെക്കൻഡ് വൺ, ചൽ ജൽ ഭർ. ജൽ ഭർ കർ. അബ് ഘർ ചൽ. ഡർ മത് ചൽ. എന്താ? നൽ പർ ചൽ എന്ന് പറഞ്ഞാല്, നൽ എന്ന് പറഞ്ഞ എന്താ? വെള്ളം അല്ലേ? വാട്ടർ. വെള്ളത്തിൽ നടക്കാനാ പറയുന്നേ. ആ, അതന്നെ, വെള്ളത്തിൽ നടക്കൂന്ന്. ചൽ ജൽ ഭർ എന്ന് പറഞ്ഞ എന്താ? നിറയെ വെള്ളം. പിന്നെന്താ? ജൽ ഭർ കർ എന്ന് പറഞ്ഞ എന്താ? അത് നിങ്ങൾ അങ്ങനെ മലയാളം ഒന്ന് വായിച്ച് പഠിക്കണ്ട കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ആ സെന്റൻസ് ഒന്ന് വായിച്ച് പഠിക്കുക. റീഡിങ് എക്സസൈസ് അത്. അബ് ഘർ ചൽ. നമ്മള് ഇപ്പൊ വീട്ടിലോട്ട് നടക്കൂ. ഡർ മത് ചൽ എന്ന് പറഞ്ഞാൽ പേടിക്കാതെ നടക്കൂ, പേടി കൂടാതെ നടക്കൂ. അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് വായിക്കണം. ഇത് ബൈഹാർട്ട് ആക്കിയാൽ വായിച്ച് പഠിച്ചാൽ മതി. എങ്ങനെയാ? ഒന്ന് എല്ലാവരും വായിച്ചേ. ഞാൻ മാളവികനെ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാളവികയുടെ ശബ്ദം എനിക്ക് കേൾക്കണം ഇവിടെ. നൽ പർ ചൽ. ജൽ ചൽ ജൽ ഭർ. ജൽ ഭർ കർ. अब घर चल. डर मत चल. ആ, ഓക്കെ. ഇങ്ങനെ നിങ്ങൾ വായിച്ച് ബൈഹാർട്ട് ആവണത് എന്തിനാന്നറിയോ? ആവശ്യമുണ്ട് നമ്മൾക്ക് ഇപ്പൊ. നിങ്ങൾ കണ്ടോ? നെക്സ്റ്റ് അഭ്യാസ്. നെക്സ്റ്റ് പേജ് 5. 5ാമത്തെ പേജ് എടുത്തേ. 5ാമത്തെ പേജ്. ഓക്കെ, അവിടെ നോക്കിക്കോ. ബിന്ദുവും വാലേ ശബ്ദവും പെർ ലിഖോ. എന്താ? ആ ഡോട്ട് ഇട്ട് വേർഡ്സിന്റെ മുകളിലൂടെ നമുക്ക് പെൻസിലും കൊണ്ട് എഴുതാനാ പറയുന്നത്. എല്ലാവരും ചെയ്തില്ലേ? ചെയ്തു. ഓക്കെ. എന്താ ഫസ്റ്റ് വൺ? ഫസ്റ്റ് വൺ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? എന്താ പിക്ചർ? ആനയുടെ, എലിഫന്റ് അല്ലേ ഫസ്റ്റ് വൺ? ആണോ? പിന്നെ എന്താ ഇഫ്ര പറഞ്ഞേ അവിടുന്ന്? ആ, വെരി ഗുഡ്. നിങ്ങൾ ബുക്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മിസ് നോക്കിയതാ.
ഖർ ആണല്ലേ. ഖർ 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 മീൻസ് ഹൗസ്. നെക്സ്റ്റ് നൽ. ഞാൻ തെറ്റിച്ച് പറയും, നിങ്ങള് കൈ ഉയർത്തി പറയണം മിസ് അത് തെറ്റാണെന്ന് പറയണം. നൽ. ശ്രദ്ധിച്ചിരിക്കണേ. നൽ എന്ന് പറഞ്ഞ എന്താ? നൽ എന്ന് പറഞ്ഞാല് ടാപ്പ് അല്ലേ? അതെ, ടാപ്പ്. നെക്സ്റ്റ് ടബ്. ടബ് എന്ന് പറഞ്ഞാല് ബാത്ത് ടബ്, പാത്രമാണ് അല്ലേ, കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന. അല്ലെങ്കിൽ ടബ് ഒരു പാത്രം, ബേസ് എന്നൊക്കെ പറയും. നെക്സ്റ്റ് അതിന്റെ താഴെ നോക്കി, അത്രയേ ഉള്ളൂ. എന്താ ഫസ്റ്റ് വൺ? ഖർ നൽ ടബ്. സെക്കൻഡ്, ചിത്രം കോ ദേഖുക ശബ്ദ പൂരേ കരോ. എന്താ പറയുന്നേ? ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിന്റെ ശബ്ദം എഴുതണം അവിടെ. ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പറയുകയാണ് വേണ്ട. അല്ല, ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ്, അതിന്റെ വാക്ക് എന്താന്ന് എഴുതണം, ഹിന്ദി വാക്ക്. ഫസ്റ്റ് വൺ ഹൗസ്. ഹൗസിന് ഇംഗ്ലീഷ് തന്നിട്ടുണ്ട് അല്ലെ, ക്ലൂ തന്നിട്ടുണ്ട് നമുക്ക്. ഹൗസിന് ഇംഗ്ലീഷ് വേർഡും തന്നു, പിക്ചറും തന്നു. അവിടെ ഖാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏതക്ഷരം എഴുതവിടെ? ഖാ കഴിഞ്ഞാല് അമന്ന പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. അമന്നിക്ക് അറിയോ? പറഞ്ഞോ. ഈർന്ന് എഴുതണം. അതെ അതെ, ഓക്കെ ഗുഡ്. ഈർന്ന് എഴുതണം അല്ലേ? ഖർന്ന് എങ്ങനെയാ ആവുള്ളൂ. ഖർന്നാണ് ഹിന്ദിയില് ഹൗസിന് പറയാ. അപ്പം ഈർന്നുള്ള അക്ഷരം എഴുതണം. ഏതാ? രായാണ് വരുന്നത് അല്ലേ? രാ. ഹിന്ദിയില് യാ രാ, രായാണ് ഈർന്നുള്ള അക്ഷരം വരുന്നത്. എന്താ ഷിഫാന, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നെക്സ്റ്റ് പറഞ്ഞേ ഷിഫാന, അൺമ്യൂട്ട് ചെയ്തിട്ട്. എന്താ ഷിഫാന? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ഓക്കെ, പറഞ്ഞോളൂ ഷിഫാന. അയ്യോ മിസ് അറിയാതെ തെറ്റുള്ളൂ. മുഹമ്മദ് ആഫ്ല, അത് മോനെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഷിഫാന ഫാത്തിമ, ഇടയ്ക്കേ മിസ് തെറ്റുള്ളൂ, നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. എപ്പോഴും തെറ്റ് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഖർന്ന് എഴുതണം അല്ലേ? നെക്സ്റ്റ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിന് എന്താ പറയാ? ഫൽ. ഇൽന്ന് എഴുതണം. നെക്സ്റ്റ് ടാപ്പ്. ടാപ്പിന് എന്താ പറയാ? പൈപ്പ് എന്നാണോ? നൽ. നല്ല ഇൽന്ന് വേണം. നെക്സ്റ്റ് ബസ്. ബാ തന്നിട്ടുണ്ടല്ലേ, അവിടെ എന്താ എഴുതണ്ടേ? കാ എഴുതിയാ പോരെ? മതിയോ ഷിഫാന? ബാ കഴിഞ്ഞിട്ട് കായാണോ? അല്ല അനിഹ, എവിടെ ഏത് അക്ഷരം എഴുതാം മോളെ? നോ ബസിന്റെ ബസ് എന്നുള്ളത് ബാ തന്നിട്ടുണ്ട്. സാ എഴുതണം. ബസ് എന്നാവുള്ളൂ എന്നല്ലേ? ഓക്കെ ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഫിദർ അല്ലേ? തൂവല്. അതിനെന്താ പറയാ? പങ്ക് അല്ലേ? പംന്ന് കൊടുത്തിട്ടുണ്ട്. പായുടെ മുകളിൽ ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? പംന്ന് കൊടുത്തിട്ടുണ്ട്. ഖാന്നും കൂടെ നമ്മൾ എഴുതണം. നെക്സ്റ്റ് ഫ്ലോ. ഫ്ലോ എന്ന് പറഞ്ഞ എന്താ? ഹല്ല് അല്ലേ? എന്താ പറയാ? കലപ്പാന്ന് പറയും. നമ്മള് കൃഷിയിടത്തിലേക്ക് പണ്ടൊക്കെ കൊണ്ടുപോകുന്ന അല്ലേ? ഋഷഭിനെയും പിന്നെ ഹല്ലും കൊണ്ടുപോകും, കാളയും കലപ്പയും ഒക്കെ കൊണ്ടുപോകും. എന്തിനാ? വയലൊക്കെ ഉഴുതു മറിക്കാൻ വേണ്ടിട്ട്. ഇപ്പോഴല്ലേ നമുക്ക് പിന്നെ ട്രാക്ടറൊക്കെ വന്നതല്ലേ? പണ്ടൊക്കെ നമ്മള് പിന്നെ ഒരു കൃഷിക്കാരനുണ്ടാവും, പിന്നെ ഒരു കാളയുണ്ടാവും. കാളയ്ക്ക് എന്താ പറയാ? ഋഷഭ് അല്ലെ? ഋഷഭ്. പിന്നെ ഒരു കലപ്പ ഉണ്ടാവും. അതിന്റെ ഇങ്ങനെ ഒരു കലപ്പ, അതും കൊണ്ടാ ഇങ്ങനെ ഉഴുതു മറിക്കുക ചെയ്യുന്ന നിലമൊക്കെ, വയലൊക്കെ. എന്നിട്ടാണ് നമ്മൾ നെല്ലൊക്കെ നടുന്നത് വയലില്. നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചാൽ പറഞ്ഞു കേട്ടോ, എന്താണ് കലപ്പ എന്ന് പറഞ്ഞ, ഹൽ എന്ന് പറഞ്ഞ എന്താന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ആ പേജ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ താഴെ നോക്കിയേ, നമ്പർ 3 സഹി അക്ഷർ ലിഖിക്കർ ശബ്ദ പൂരേ കരോ. എന്താ അവിടെ? കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ അത് ഒരു വേർഡ് ആക്കണം. ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? ആൻസരേസ മോളെ, മരിയ. ഫസ്റ്റ് വൺ എന്താ മോളെ എഴുതിയത്? എല്ലാവരും ബുക്കിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരും ചോദിക്കും.
Tessa, please unmute and say. ഫസ്റ്റ് വൺ എന്താ എഴുതിയ മോളെ? ഡാഷ് സാന്ന് എഴുതുന്നത്. എന്താ അവിടെ വന്നത്? ലാസ്റ്റ് താഴെയുള്ള ഡാഷ് സാന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? അവിടെ എന്താ കുഞ്ഞ് എഴുതിയത്? കണ്ടില്ലേ? ഇത് ലാസ്റ്റ് ഇതാണ് ചോദിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? എല്ലാവരോടും ചോദിക്കും. ബസ് എഴുതി. ഗുഡ്. ശ്രദ്ധിച്ചിരിക്കേ. അതുകൊണ്ടല്ലേ ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് മുഹമ്മദ് ഷഹ്സാദ്. മുഹമ്മദ് ഷഹ്സാദ്. നെക്സ്റ്റ് വൺ എന്താ മോനെ എഴുതിയത്? പേര് വിളിക്കും. Yes, good. മിടുക്കൻ. Good. ജുവൽ മരിയ. നെക്സ്റ്റ്. ജുവൽ. ജുവൽ. ഹൽ. വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ. നെക്സ്റ്റ് എന്താ എഴുതിയത്? ഹല്ല് കഴിഞ്ഞിട്ട് ജെർന്നാണ് എഴുതിയേ. ജെൽ. ഏതാ കുഞ്ഞ് പറയുന്നത്? ലാസ്റ്റ് ജാ കഴിഞ്ഞിട്ടുള്ളത് ജെൽ എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ്. ഗുഡ്. ഋഷികേശ്. ഋഷികേശ്. നെക്സ്റ്റ് എന്താ എഴുതിയത്? ഞാ തന്നിട്ടുണ്ട്. ഞാ ഡാഷ്. അവിടെ ഏതാ എഴുതിയത്? വേർഡ് വായിക്കൂ. നൽ. ഗുഡ്. നെക്സ്റ്റ്. എറിക്. എറിക്. നെക്സ്റ്റ് എന്താ എഴുതിയത്? അല്ലല്ലോ അവിടെ വരുന്നത്. ഇത് ഡാഷ് താന്നാ കൊടുത്തിരിക്കുന്നത്. ഡാഷ് ത. അവിടെ എന്താ എഴുതിയത്? ചട്. ഓക്കെ. ചട് അല്ലേ? ഗുഡ്. നെക്സ്റ്റ്. നെക്സ്റ്റ് എന്താ എഴുതിയത്? ആര് പറയാം? മിൻഹാജ്. മിൻഹാജ്. വിളിക്കാം. എല്ലാരും വിളിക്കാം കേട്ടോ. മിൻഹാജ് പ്ലീസ് ആണ്. നെക്സ്റ്റ് എഴുതിയത്? പർ. ഓക്കെ. ഗുഡ്. നെക്സ്റ്റ് ഫറ ഫാത്തിമ. ഫറ. ഓക്കെ. അൺമ്യൂട്ട് ആൻസർ പ്ലീസ്. അൺമ്യൂട്ട്. ഫറ. ഓക്കെ. ഫറ പറഞ്ഞു. പല്ല് പറഞ്ഞു. ഓക്കെ. ഗുഡ്. റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലേ? ലയാന മേരി. അലേഖ. ഓക്കെ. ആ പേജ് കഴിഞ്ഞല്ലേ നമ്മുടെ? മിസ് ഒന്ന് വായിച്ചതാ. ബസ്, രസ്, ഹൽ, ജൽ, നൽ, ചട്, പട്, ഫൽ. ഓക്കെ. നെക്സ്റ്റ് പേജ് എടുത്തോ. കുറേ വേർഡ്സ് പരിചയപ്പെട്ടു അല്ലേ? നെക്സ്റ്റ് പേജ് നോക്കിയേ. नीचे दिए गए अक्षर से शब्द बनाओ. എന്താ പറയുന്നത്? नीचे दिए गए अक्षर से शब्द बनाओ. താഴെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കി അവിടെ എഴുതാൻ. നിങ്ങൾ എന്താ ശബ്ദം ഉണ്ടാക്കുക പറഞ്ഞാല്? കൂന്നൊക്കെ കൂവിട്ടാണോ ശബ്ദം ഉണ്ടാക്കുന്നത്? അല്ല. ശബ്ദം മീൻസ് വേർഡ്സ്. വാക്കുകൾ ഉണ്ടാക്കാനാ പറയുന്നത്. അതെ. അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിള്. എന്താ അവിടെ എക്സാമ്പിൾ കൊടുത്തത്? ആ, അബ് അല്ലെ? ആ ചേർത്തിട്ട് ഒരു വാക്ക്. എന്താ? അബ്. അല്ലേ? കാണുന്നുണ്ടോ നിങ്ങള്? കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്ക. ആ,
അബ്. നെക്സ്റ്റ് ഖ ഖർ. നമ്മൾക്ക് അറിയുന്ന വാക്കല്ലേ? അബ് മീൻസ് ഇപ്പോൾ. ഖർ എന്ന് പറഞ്ഞ എന്താ? ഹൗസ് അല്ലേ? അപ്പം ഇവിടെ എക്സാമ്പിൾ തന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. അവിടെ ഇന്നത്തെ ഡേറ്റ് ഇട്ടോ. ഇന്നത്തെ ഡേറ്റ് എത്രയാ? 8/7/2020. എത്തിക്കോ. ക്ലാസ് വർക്ക് CW എന്ന് ഇട്ടാൽ മതി അതിന്റെ താഴെ. അമന്നയ്ക്ക് കിട്ടുന്നില്ല. അമന്ന അമ്മനിക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ. അവിടെ ഏതാ അക്ഷരം തന്നിരിക്കുന്നത്? ഞാ അല്ലേ? അവളെ ടേക്ക് യുവർ പെൻസിൽ ആൻഡ് റൈറ്റ്. ഞാ തന്നിട്ടുണ്ടല്ലേ? ഞാ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ട് ഡാഷാ തന്നിരിക്കുന്നേ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, അവിടെ ഡാഷ് തന്നിട്ടുണ്ടല്ലേ? ആ ഡാഷിന്റെ മുകളിലല്ല നിങ്ങൾ എഴുതേണ്ടത്. നമ്മള് ഹിന്ദി അക്ഷരം എഴുതുമ്പോ അവിടെ വരയ്ക്കുന്നില്ലേ മുകളില്? ഇപ്പൊ അബ് എന്ന് എഴുതുമ്പോ അതിന്റെ മുകളിൽ വരച്ചു. എല്ലാ വേർഡിന്റെ മുകളിൽ വരയ്ക്കുന്നുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഡാഷ് തന്നിരിക്കുന്നതിന്റെ താഴെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിന്റെ മുകളിൽ വരയ്ക്കുന്നത് ആ ഡാഷിന് വരച്ചാ മതി. കേട്ടോ? ഡാഷിന്റെ താഴെ എഴുതുക. എന്നിട്ട് ആ ഡാഷിലാണ് നമ്മളിപ്പോ മുകളിലത്തെ വര വരയ്ക്കുന്നത്. എന്നാലേ നമുക്കത് വൃത്തി ഉണ്ടാവുള്ളൂ. ഞാൻ ചേർത്തൊരു വാക്ക് പറഞ്ഞേ. ജുവൽ. നൽ. ഓക്കെ, ഗുഡ്, റൈറ്റ്. നൽ. എങ്ങനെ നൽ എഴുതും? ഞാൻ എഴുതി ഇൽ. ഇൽ എന്നുള്ള അക്ഷരം ഏതാ വരുന്നേ? ലാ അല്ലേ? എഴുതിക്കോ. നൽ. ഹിബ ഫാത്തിമ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. അമന്ന. നന്നായി അല്ലേ? നെക്സ്റ്റ് നോക്കിയോ. ഫ. ഫ ചേർത്തിട്ട് ഒരു വാക്ക് എഴുതണം അവിടെ, ഒരു ശബ്ദം എഴുതണം അവിടെ. ഫൽ. ഓക്കെ, റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഫൽ. ഓക്കെ, റൈറ്റ്. ഫ ഇൽ. ഇൽന്ന് ഏതക്ഷരവാ? ലാ. യാര ലാ. ലായാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ച അല്ലേ? ച കഴിഞ്ഞിട്ട് ഡാഷ് വന്നേക്കുന്നത്. അവിടെ എന്താ എഴുതുക? ചൽന്ന് എഴുതാം. ചട് എന്നൊക്കെ പഠിച്ചു നമ്മളല്ലേ? കുറെ വേർഡ്സ് ഇപ്പഴത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട്. ചട് അല്ലേ? ചൽ, ചർന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ചട് എന്ന് എഴുതാം നിങ്ങൾക്ക്, ചൽന്ന് എഴുതാം. നമ്മളിവിടെ പഠിച്ച വാക്കാണെങ്കിൽ ചട് എന്ന് എഴുതിക്കോ. ചട്. എല്ലാ അക്ഷരങ്ങളും പരിചയപ്പെടണ്ടേ നമുക്ക്? ചട്. നെക്സ്റ്റ് വൺ രാ തന്നിട്ടുണ്ടല്ലേ? രാ ചേർത്തിട്ട് ഒരു വാക്കുണ്ടാക്കണം. എന്താ എഴുതുക? രസ്. രസ്, റൈറ്റ്. രസ്. രാ സാ എഴുതുക. നെക്സ്റ്റ് ബാ തന്നിട്ടുണ്ടല്ലേ? ബാ. ബാ ചേർത്തൊരു വാക്ക് പറഞ്ഞ ആരെങ്കിലും? ബാ ചേർത്തിട്ട് ബസ്. ഓക്കെ, ബാ സാ എഴുതുക. ബസ്. ബസ്. ഓക്കെ, നെക്സ്റ്റ് കാ. കാ ചേർത്തൊരു വാക്ക് പറയാൻ പറ്റുമോ കുര്യൻ, അനിഹ? കർ. ഓക്കെ, ഇർന്ന് എഴുതണം അല്ലേ? ഇർന്ന് ഏതക്ഷരവാ? രാ. യാ കഴിഞ്ഞിട്ടുള്ള രാ അല്ലേ? കർ. ഓക്കെ, നെക്സ്റ്റ് ദാ. ദാ ചേർത്തിട്ട് നമ്മള് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഏതാന്നറിയോ? 10. ദസ്. 10ന് പറയാ ദസ്. ഓക്കെ, ദസ്. സാ എഴുതണം. നെക്സ്റ്റ് വാ. വട്ട്. വട്ടാണോ? വട്ടില്ലെന്ന, വട്ട് എന്നല്ല പറയേണ്ടത്. വട്. വട്. ബനിയൻ ട്രീ അല്ലേ? ജുവല് മറക്കുവോ? ഇനി ബനിയൻ ട്രീയുടെ ഹിന്ദി മറക്കുവോ? വട്. ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ ക്ലാസ് വർക്ക് കഴിഞ്ഞു. എന്നിട്ട് വായിച്ചു തരാം. ഏതൊക്കെ വാക്കുകൾ എഴുതിയത്? നൽ, ഫൽ, ചട്, രസ്, ബസ്, കർ, ദസ്, വട്. കാണട്ടെ, നിങ്ങൾ എഴുതി കാണട്ടെ. നമുക്കിനി 6 മിനിറ്റേ ഉള്ളൂ. ഓക്കെ,
Good. Okay, good. Very good. Next നോക്കിയേ. ചിത്രം को शब्दों से जोड़ो. നമ്മൾ ടൈം തീരാൻ പെട്ടെന്ന് ചെയ്തോ. ഫസ്റ്റ് വൺ ആ ചിത്രത്തിന് ചേർത്ത വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ എന്താ? ഒരാൾ നടക്കുന്ന അല്ലേ? നട്. നടിന്റെ അടുത്തോട്ട് എവിടെ ലാസ്റ്റിന്റെ മുകളിലുള്ളത് നട് മാച്ച് ചെയ്യാ. സെക്കൻഡ് വൺ ആരാ? തന്ന കാണുന്നത് അല്ലേ? തനിച്ച്. നെക്സ്റ്റ് നോക്കിയോ. നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യണം. മാച്ച് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തോ. നെക്സ്റ്റ് വൺ. വൺ അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ദസ്. നെക്സ്റ്റ് തൻ. നെക്സ്റ്റ് രസ്. ലാസ്റ്റ് വൺ രസ്. ധൻ മീൻസ് അവിടെ ധനം, നാണയങ്ങളൊക്കെ കൊടുത്തേക്കുന്ന സ്വർണ്ണ നാണയങ്ങളൊക്കെയാന്ന് തോന്നുന്നു. പിക്ചർ മനസ്സിലാവുന്നില്ല. പിക്ചർ ധൻ ആണത്, പണം, ധനം. ഫസ്റ്റ് വൺ നട്. നട് എവിടെയാ വരുന്നേ? 1 2 3 4 5 ഫിഫ്ത്ത് നട്. നട്. നമ്മളിത് വായിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ ഇങ്ങനെ തന്നെ. 2 ലെറ്റേഴ്സേ ഉള്ളൂ. 2 ലെറ്റേഴ്സ് ചേർത്തുള്ള വേർഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നട്. ഫസ്റ്റ് വൺ നട്. സെക്കൻഡ് വൺ തൻ. തേർഡ് വൺ വൻ. വൻ വനം. ഫസ്റ്റത്തെ വൻ. തൻ. താ ഇൻ തൻ. തന്ന് പറഞ്ഞെന്താ? ശരീരം. തൻ മൻ എന്നൊക്കെ പറയല്ലേ? മനസ്സ്, മൻ. ഓക്കെ. നെക്സ്റ്റ് വൻ. വനം. കാട് പിടിച്ചത് കണ്ടോ? വലിയ വനത്തിലെ വൻ. നെക്സ്റ്റ് ടെന്ന കാണുന്നത് ദസ്. നെക്സ്റ്റ് ധൻ മണി. ലാസ്റ്റ് വൺ രസ്. രസ് എന്ന് പറഞ്ഞ എന്താ? രസം. അവിടെ എന്താ? ഐസ്ക്രീം. എന്താ കാണുന്നത് ഇവിടെ? രസ്. ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഗുഡ്. എല്ലാവരും ഇവിടെ ക്ലാസ് വർക്ക് ഒന്ന് ഇടുക. താഴെ കണ്ടോ 6th? ഇത് നിങ്ങൾക്ക് ഇപ്പം വർക്ക് തരുവാ ഞാന്. ഈ 6th കണ്ടോ? വാക്യ പൂരേക്കരോ. ഈ വേർഡ്സ് അല്ല, ഈ സെന്റൻസ് ഉണ്ടല്ലോ, നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇവിടെ നോക്കിയോ. അബ് ഖർ ചൽ. നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലേ? ഈ പേജിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വാക്കുകൾ ഇത് കണ്ടോ? ഇതാണ് അവിടെ തന്നിരിക്കുന്നത്. അത് നിങ്ങള് ഹോംവർക്ക് ചെയ്തിടണം. വായിച്ചു തരാം. അബ് ഖർ ചൽ. നൽ പർ ചൽ. നോ നൽ പർ. ജൽ പർ. തേർഡ് വൺ ഡർ മത് ചൽ. ബസ് പർ ചട്. ചൽ ചട്. നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതട്ടോ. അടുത്ത നെക്സ്റ്റ് പീരീഡ് സി യു നെക്സ്റ്റ് പീരീഡ്. നെക്സ്റ്റ് പീരീഡ് മിസ് കറക്റ്റ് ചെയ്ത് തരും. നോക്കട്ടെ. ഷിഫാന ഫാത്തിമ എന്താ മോളെ? only 2 minutes. Match the following. First one നട്. നാട്ടാ കണ്ടില്ലേ? നട്. Second one തൻ. Third one one. Fourth one thus. Fifth one than. Sixth one res. Okay. Any doubt? Last homework തെറ്റാണെന്ന് മിസ് പറഞ്ഞു തരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്യട്ടോ. ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ. ഹന്ന, ഇപ്പൊ വന്നവരെയൊക്കെ ഞാൻ പേര് പറയട്ടെ. രസാമരിയ, കുര്യൻ, സയാൻ, മുഹമ്മദ് അഫ്ല, ബിനിയ, എറിക്ക്, ഇപ്ര, മുഹമ്മദ് ഷസാദ്, മാളവിക, ഫറ, ഹന്ന, ഹിബ, ഷിഫാന, ഹൈഫ, അനഖ, ആൻതെരേസ, അനിഹ, മുഹമ്മദ് നാഫി, ഋഷികേഷ്, മിൻഹാൻ, ഫാത്തിമ, മെഹറിൻ, ജുവൽ മരിയ.
ഇത്രയും പേർക്കാണ് അറ്റൻഡൻസ് ഉള്ളത്. ഓക്കെ, see you next period. പെൻസിലും കൊണ്ട് എഴുതിയാൽ മതി കേട്ടോ. ബൈ.